പാവയ്ക്ക തൈര്, അതും പാവയ്ക്കയുടെ കയ്പ് ഒട്ടുമില്ലാതെ ഉണ്ടാക്കാം. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെച്ച് കേരള. അതിനുവേണ്ടി ഞാനൊരു മീഡിയം സൈസ്ഡ് പാവയ്ക്ക എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തപ്പോൾ ഒരു 125 ഗ്രാമോളം ഉണ്ടായിരുന്നു. പാവയ്ക്ക കട്ട് ചെയ്യുന്ന ഷേപ്പ് എങ്ങനെയായാലും കുഴപ്പമില്ല. പാവയ്ക്ക പക്ഷെ നല്ല മെലിച്ച് കട്ട് ചെയ്യണം, അധികം കനത്തിൽ കട്ട് ചെയ്യാൻ പാടില്ല. പാവയ്ക്ക കഷ്ണങ്ങളിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി, 1/2 ടീസ്പൂണിൽ കൂടണ്ട കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മാത്രം മതി. അടുത്തത് ചേർക്കുന്നത് 1 ടീസ്പൂൺ പഞ്ചസാര. നമ്മുടെ നോർമൽ പഞ്ചസാരയും ചേർക്കാം, ബ്രൗൺ ഷുഗർ മരത്തുണ്ടെങ്കിൽ അതും ചേർക്കാം. പക്ഷെ ശർക്കര മാത്രം ചേർക്കാതിരിക്കുക, അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ഇനി കഷ്ണങ്ങളിലേക്ക് പിടിക്കാനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ ചേർത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം പാവയ്ക്ക കഷ്ണങ്ങളിലേക്ക് എല്ലാത്തിലേക്കും നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുക. ഇതിലേക്ക് എണ്ണ ഒട്ടും ഒഴിക്കരുത് കേട്ടോ. ചിലപ്പം നമ്മൾ വറുക്കാൻ വേണ്ടി നമ്മളിങ്ങനെ പാവയ്ക്ക പ്രിപ്പയർ ചെയ്യുമ്പോൾ ചിലരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്, കുറച്ച് എണ്ണയും കൂടി ഇതിലേക്ക് തിരുമ്മി പിടിപ്പിക്കും. പക്ഷേ ഇവിടെ ഇപ്പം നമുക്ക് അടുത്തൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാനുണ്ട്. എണ്ണ ചേർത്ത് കഴിഞ്ഞാൽ ആ ഇൻഗ്രീഡിയൻറ്റ് ശരിക്കും വർക്ക് ചെയ്യില്ല. അടുത്തത് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഒരു ചെറുനാരങ്ങയുടെ പകുതി, ഒരു ചെറിയ ചെറുനാരങ്ങയുടെ പകുതി മുഴുവനായിട്ടും ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാൻ പോവുകയാണ്. ചെറുനാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന സിട്രിക് ആസിഡ് പാവയ്ക്കയായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ പാവയ്ക്കയുടെ ബിറ്റർനെസ്, കയ്പ് നന്നായിട്ട് കുറയ്ക്കും. ഇത്രയും ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് നന്നായി തിരുമ്മി പിടിപ്പിച്ച ശേഷം ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 10 മിനിറ്റിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ വേറെ ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് എന്നാണ്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച പാവയ്ക്ക കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം, നല്ലതായിട്ടൊന്ന് മുരിച്ചെടുക്കണം. എൻ്റെ നാട്ടിലോട്ടൊക്കെ പറയുക ഉണക്കിയെടുക്കുക എന്നാ പറയുക. ചട്ടിയിലിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കുക എന്നാ പറയുക. ചെറുതായി ഒന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, കാണാലോ അല്ലേ. വെള്ളം ഒട്ടും കുടയരുത്. വെള്ളം ഒട്ടും കുടയാതെ വേണം ഇത് വേവിച്ച് മുരിച്ചെടുക്കാൻ. ഇതാണ് നമുക്ക് വേണ്ട പരുവം. നമ്മൾ പഞ്ചസാരയും നാരങ്ങാ നീരും ഒക്കെ ചേർത്തതുകൊണ്ട് ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്കും ഇതിൻ്റെ കയ്പ് ഓൾമോസ്റ്റ് 0 ആയിരിക്കും. ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് അതേ പാൻ വീണ്ടും മീഡിയം ഫ്ലെയിമിലേക്ക് ഒരു 2 മുതൽ 3 ടീസ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് കടുകാണ്. ഏകദേശം 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. കടുകിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്കൊരു 3 പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി 1 ടീസ്പൂൺ, കൊത്തിയരിഞ്ഞതോ നീളത്തിലരിഞ്ഞതോ ആവാം, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ആ പച്ച അവസ്ഥ ഒന്ന് മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഏകദേശം ഒരു 10-15 സെക്കൻഡ്സ് മതി. ഇനി ഒരു 3 മുതൽ 4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരൊറ്റ തണ്ട് കറിവേപ്പില മതി. ഒരു 10-15 സെക്കൻഡ് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു 5 മുതൽ 6 സെക്കൻഡ്സ് വരെ ഒന്ന് വേഗം വഴറ്റി കൊടുത്ത ശേഷം അതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. വെള്ളത്തിൻ്റെ അളവ് കുറവായതുകൊണ്ട് അത് ഒഴിച്ചു കൊടുത്താൽ ഉടനെ തന്നെ അത് തിളച്ച് വരാൻ തുടങ്ങും. മഞ്ഞൾപ്പൊടി ബാക്കി കുക്കാവുന്നത് ആ വെള്ളത്തിൽ കിടന്നാണ്.
ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരല്പം മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മാത്രം മതി. മുളക് പൊടി നേരെ എണ്ണയിലേക്ക് ഇട്ടാൽ അതിൻ്റെ നിറമൊന്നും വല്ലാണ്ട് ബ്രൈറ്റ് ആവും. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം മുളക് പൊടി ചേർത്തത്. എന്നാൽ നമുക്ക് മുളക് പൊടിയുടെ എരിവ് കുറച്ച് വേണം താനും. കുറച്ച് ഉപ്പും കൂടെ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്രേവിയിലേക്ക് വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് തൈരാണ്. തൈര് ഒന്ന് സ്മൂത്ത് ആക്കി എടുക്കണം. മിക്സിയിലിട്ടിട്ട് 1-2 പൾസ് കൊടുത്താൽ മതി. അതിൽ കൂടുതൽ ഇടരുത്. തൈരിൻ്റെ കൺസിസ്റ്റൻസി, ആ തിക്നെസ് പോയി പോവും, വാട്ടറി ആയി പോവും. ഇതൊരു 1/2 ലിറ്റർ തൈരുണ്ട്. ഇനി നമ്മൾ അടുപ്പത്ത് താളിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഫ്ലെയിം സ്വിച്ച് ഓഫ് ആക്കാം. എന്നിട്ട് പാനിലേക്ക് തൈര് പതുക്കെ ഒഴിച്ചു കൊടുക്കാം. ഈ കറിയിൽ തൈരിന് ഒട്ടും കുക്കിംഗ് വരുന്നില്ല കേട്ടോ. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങളിത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൈരിലേക്ക് ആ മഞ്ഞ നിറം പിടിക്കുന്നില്ല എന്ന് തോന്നും. പക്ഷെ ടൈം പോകെ പോകെ അത് നന്നായിട്ട് തൈരിലേക്ക് മഞ്ഞ നിറം നന്നായിട്ട് പിടിച്ചു വരും. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച പാവയ്ക്ക കഷ്ണങ്ങൾ അല്ലെങ്കിൽ കൈപ്പയ്ക്ക കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ പാവയ്ക്ക തൈര് റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണേ, കമൻറ്റിൽ ഇട്ടാൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.